നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു തൊടുകുറി വീഡിയോ നിങ്ങൾക്കുള്ള ഒരു ക്ഷണമാണ്, ഒരു ദിവ്യ വിളിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തോ ഒരു ചോദ്യമുണ്ട്, ഒരു മറുപടി തേടുന്ന മനസ്സാണ്. ഒരുപക്ഷെ ഒരു പ്രാർത്ഥനയാവാം, ഒരുപക്ഷെ ഒരു വേദനയാകാം. അതിൻ്റെ ഉത്തരമറിയാൻ തന്നെയാണ് ഇന്ന് ദേവി നിങ്ങളെ ഇവിടെ എത്തിച്ചത്. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്ന 3 ചുവന്ന ചെമ്പരത്തിപ്പൂക്കൾ, ഇവ വെറും പൂക്കളല്ല. ചെമ്പരത്തിപ്പൂവ് പ്രധാനമായും സമർപ്പിക്കുന്നത് ഭഗവതി അമ്മയ്ക്കും കാളിയമ്മയ്ക്കുമാണ്. ഇത് ശക്തിയുടെ പ്രതീകമാണ്, സംരക്ഷണത്തിന്റെ അടയാളമാണ്, അനുഗ്രഹത്തിന്റെ സൂചനയാണ്. ഇന്ന് ഈ പൂക്കളിൽ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം തുറക്കാനിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ദീപത്തിന്റെ പ്രകാശം, അത് വെറും തീയുടെ വെളിച്ചമല്ല, ഇത് ദേവിയുടെ സാന്നിധ്യമാണ്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും വിഷമത്തിലാണോ? നിങ്ങൾ മനസ്സിൽ ആരെയെങ്കിലും കുറിച്ച് പ്രാർത്ഥിക്കുകയാണോ? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ആശങ്കയുണ്ടോ? ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ദേവി അറിയുന്നു. നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ദേവിക്ക് അറിയാം. കാരണം ദേവി അമ്മയാണ്. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങൾ കണ്ണടയ്ക്കുക, ഒരു ദീർഘനിശ്വാസം എടുക്കുക. നിങ്ങളുടെ മനസ്സിൽ ദേവിയുടെ രൂപം ചിന്തിക്കുക. ദേവി നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്, കൈനീട്ടി അനുഗ്രഹം നൽകുകയാണ്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പൂവ്, അത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കാനിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഒരു സിഗ്നൽ നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഒരു സാധാരണ തൊടുകുറിയല്ല, ഇത് ദേവിയുടെ അനുഗ്രഹ സന്ദേശമാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. നിങ്ങളുടെ മനസ്സിന് ഏറ്റവും അടുത്ത് തോന്നുന്ന പൂവ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇന്ന് ദേവി നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. മനസ്സിൽ 3 തവണ ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി എന്ന് ജപിക്കുക. അമ്മയുടെ പൂർണ്ണ അനുഗ്രഹത്തിനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയെന്ന പോലെ അമ്മയെ രക്ഷിക്കണമേ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന 3 ചെമ്പരത്തികളിൽ ഒന്ന് തിരഞ്ഞെടുത്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ ചെമ്പരത്തി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 1-ാം നമ്പർ ചെമ്പരത്തി പൂവാണെങ്കിൽ നിങ്ങൾ ഒരു സാധാരണ ആളല്ല എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് സാധാരണ സംഭവങ്ങളല്ല, ഇത് ഒരു ദേവിയുടെ കൈവെപ്പുള്ള കാലഘട്ടമാണ്. ചെമ്പരത്തിപ്പൂവ് സമർപ്പിക്കുന്നത് ഭഗവതി അമ്മയ്ക്കും കാളിയമ്മയ്ക്കുമാണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഈ പൂവ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കാം, നിങ്ങളിപ്പോൾ സംരക്ഷണം ആവശ്യമുള്ള ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകം സംരക്ഷണ വലയത്തിനുള്ളിലാണ്. കഴിഞ്ഞ 6 മുതൽ 8 മാസം വരെ നിങ്ങളുടെ മനസ്സ് ശാന്തമായിരുന്നില്ല എന്നതാണ് ഇവിടെ കാണുന്നത്. ഉറക്കം പൂർണ്ണമല്ല, ചെറിയ കാര്യങ്ങൾ പോലും വലിയ വിഷമമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. ആരോടും തുറന്നു പറയാൻ പറ്റാത്ത വേദന നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? പക്ഷെ ദേവിയുടെ സന്ദേശം ഇതാണ്, ഇത് ഒരിക്കലും ഒരു ശിക്ഷയല്ല, ഇത് നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന കാലമാണ്. നിങ്ങൾ ഒടിഞ്ഞിട്ടില്ല, നിങ്ങൾ രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. 1-ാം നമ്പർ ചെമ്പരത്തി തിരഞ്ഞെടുത്തവർക്ക് ജീവിതത്തിൽ അവർക്ക് കുടുംബം വളരെ പ്രധാനമാണ്. നിങ്ങൾ കുടുംബത്തിനായിട്ട് ജീവിക്കുന്ന ആളാണ്. മക്കള്, ഭർത്താവ്, മാതാപിതാക്കള്, ഇവരാണ് നിങ്ങളുടെ ലോകം. പക്ഷെ ഇപ്പോൾ വീട്ടിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുണ്ട്. ഒരാളുടെ ആരോഗ്യ പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ട്. മകന്റെ അല്ലെങ്കിൽ മകളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടാകുന്നുണ്ട്. ദേവിയുടെ അനുഗ്രഹം പറയുന്നത് ഒരു പഴയ പ്രശ്നം 21 മുതൽ 45 ദിവസത്തിനകം പരിഹാരത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. കുടുംബത്തിൽ സമാധാനം മടങ്ങി വരും. ദൂരെയായിരുന്ന ഒരാൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇനി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സാമ്പത്തികമായിട്ട് നിങ്ങൾ വലിയ ആഡംബരം പ്രതീക്ഷിക്കുന്ന ആളല്ല, പക്ഷെ സ്ഥിരത ആഗ്രഹിക്കുന്ന ആളാണ്. കഴിഞ്ഞ കാലത്ത് ഒരു ചെലവ് പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഒരു പണം കുടുങ്ങിയിരിക്കുന്ന സാഹചര്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു പ്ലാൻ വൈകുന്ന ഒരു സാഹചര്യവും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്.
ദേവി നിങ്ങൾക്കൊരു സൂചന നൽകുന്നുണ്ട്. ചെറിയ ഒരു സാമ്പത്തിക തിരിച്ചുപിടുത്തം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. കുടുങ്ങിക്കിടന്ന പണം നിങ്ങളിലേക്ക് മടങ്ങിയെത്തും. വീട്ടിൽ ഒരു നല്ല വാർത്ത അല്ലെങ്കിൽ സാമ്പത്തിക ആശ്വാസം ലഭിക്കും. 45 ദിവസത്തിനുള്ളിൽ ഒരു പോസിറ്റീവ് മാറ്റം വ്യക്തമായിട്ട് കാണാൻ കഴിയും. നിങ്ങളെ കാവൽ നിൽക്കുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്. നിങ്ങൾ പലപ്പോഴും ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യത്തിൽ അവസാന നിമിഷം മാറ്റം വന്നിട്ടുണ്ട്. അത് ഒരിക്കലും യാദൃശ്ചികമല്ല. ഭഗവതി അമ്മയുടെ കൈ നിങ്ങളിലുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ ദീപം തെളിയിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഓം ശക്തി ജപിക്കുമ്പോൾ അത് വെറും ശബ്ദമല്ല, അതൊരു സംരക്ഷണ വലയമായി മാറുന്നു എന്നുള്ളതാണ് സത്യം. ഇനി അടുത്തതായിട്ട് അടുത്ത 3 മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയാം. 1-ാം മാസത്തിൽ നിങ്ങൾക്ക് മനസ്സിൽ വ്യക്തത വരും. 2 മാസമാകുമ്പോഴേക്കും ഒരു നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തും. 3-ാം മാസം ദീർഘകാല പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചു തുടങ്ങും. ഒരു സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിൽ സഹായികയായിട്ട് വരും. അവൾ ദേവിയുടെ ദൂതിയാണ്. അത് നിങ്ങൾ തിരിച്ചറിയുക. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആത്മീയ പരിഹാരങ്ങളെക്കുറിച്ച് പറയാം. എല്ലാ വെള്ളിയാഴ്ച ദിവസവും സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിച്ച് ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് ഒരു മൺചിരാതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് തെളിയിക്കുക. ഇനി അതുപോലെ നിങ്ങൾക്ക് നെയ്ദീപം തെളിയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന ഓയിൽ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ദീപം തെളിയിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ദീപം തെളിയിച്ച ശേഷം 11 പ്രാവശ്യം ഓം ദുർഗായേ നമഃ എന്ന് ജപിക്കുക. 21 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ രാവിലെ 1 മിനിറ്റ് കണ്ണടച്ച് ദേവിയുടെ രൂപം ചിന്തിക്കുക. സാധ്യമായാൽ ഒരു ദരിദ്ര സ്ത്രീക്ക് സഹായം നൽകുക. ഇത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിൽ വേഗത്തിൽ തുറക്കും എന്നുള്ളതാണ്. ദേവി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നീ ഭയപ്പെടേണ്ട. നീ കരഞ്ഞ കണ്ണുനീർ ഞാൻ കണ്ടു. നീ പറഞ്ഞിട്ടില്ലാത്ത പ്രാർത്ഥന ഞാൻ കേട്ടു. ഇനി ഞാൻ നിനക്കൊപ്പം നടക്കും. 1-ാം നമ്പർ ചെമ്പരത്തി തിരഞ്ഞെടുത്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു വലിയ മാറ്റത്തിന്റെ അരികിലാണ്. ഇപ്പോൾ വിഷമം തോന്നിയാലും ഇത് നിങ്ങളുടെ വിജയത്തിന്റെ തുടക്കമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി. അമ്മയുടെ നാമം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ദേവിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഓം ശക്തി എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1-ാം നമ്പർ ചെമ്പരത്തി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 2-ാം നമ്പർ ചെമ്പരത്തി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 2-ാം നമ്പർ ചെമ്പരത്തിയാണെങ്കിൽ ഇതൊരിക്കലും ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് ഒരു ജീവിത തിരിമറിയുടെ സൂചനയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. ഒരു തീരുമാനത്തിന്റെ മുൻപിൽ നിൽക്കുകയാണ്. ഹൃദയം ഒന്ന് പറയുന്നു, ബുദ്ധി മറ്റൊന്ന് പറയുന്നു. ഈ അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിച്ചത് യാദൃശ്ചികമല്ല. ചെമ്പരത്തിപ്പൂവ് സമർപ്പിക്കുന്നത് ഭഗവതി അമ്മയ്ക്കും കാളിയമ്മയ്ക്കുമാണ്. 2-ാം നമ്പർ പൂവ് തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ മനസ്സിലാക്കാം നിങ്ങളിപ്പോൾ മാറ്റത്തിനായിട്ട് ദേവി തയ്യാറാക്കിയ ഒരു ആളാണ് എന്നുള്ളത്. നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ പോരാട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾ ഒരേ കാര്യത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുന്നുണ്ട്. ഒരു ബന്ധം, ഒരു ജോലി, ഒരു തീരുമാനം, ഇത് നിങ്ങളെ അലട്ടുന്നുണ്ട്. ഇനി ഇങ്ങനെ തുടരണമോ എന്ന ചോദ്യമുണ്ട്. നിങ്ങൾ പുറത്തേക്ക് ശക്തനായിട്ട് അല്ലെങ്കിൽ ശക്തിയായി തോന്നിച്ചാലും അകത്ത് നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണ്. പക്ഷേ ദേവിയുടെ സന്ദേശം ഇങ്ങനെയാണ്: ഇനി പഴയതിനെ പിടിച്ചു നിൽക്കേണ്ട സമയം കഴിഞ്ഞു. പുതിയതിലേക്ക് ചുവട് വയ്ക്കേണ്ട സമയമെത്തി. ഈ ഒരു സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളുക. 2-ാം നമ്പർ ചെമ്പരത്തി തിരഞ്ഞെടുത്തവർക്ക് ജോലി മാറ്റത്തിന്റെ സാധ്യത കാണുന്നുണ്ട്. പുതിയ ഉത്തരവാദിത്വങ്ങൾ നിങ്ങളെ തേടിയെത്താം. അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം ആരംഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ശ്രമിച്ച ഒരു കാര്യം പരാജയപ്പെട്ടു കാണാം. പക്ഷേ അത് ഒരിക്കലും അന്ത്യമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ദേവി നിങ്ങൾക്ക് നൽകുന്ന ഒരു സൂചനയുണ്ട്. അടുത്ത 30 മുതൽ 60 ദിവസത്തിനകം ഒരു അവസരം നിങ്ങളെ തേടിയെത്തും. ഒരു പഴയ ബന്ധം വഴി പുതിയ വഴിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഒരു സ്ത്രീയിലൂടെ നിങ്ങൾക്ക് സഹായം ലഭിക്കും. ഇനി നിങ്ങളുടെ ബന്ധങ്ങളെയും കുടുംബത്തെയും കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുണ്ട്. അവനോ അല്ലെങ്കിൽ അവളോ നിങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനമുണ്ട്. പക്ഷെ ഇപ്പോൾ അവരുമായിട്ട് ഒരു അകലം നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഒരു തെറ്റിദ്ധാരണയുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ദേവിയുടെ അനുഗ്രഹം നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: സത്യമായിട്ടുള്ള ബന്ധം തകർന്നു പോകില്ല. ഒരു തുറന്ന സംഭാഷണം പ്രശ്നങ്ങൾ പരിഹരിക്കും. നിങ്ങൾ ആദ്യം മുന്നോട്ട് വന്നാൽ കാര്യങ്ങൾ മാറും.
നിങ്ങൾക്ക് ലഭിക്കുന്ന ദൈവിക സംരക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2-ാം നമ്പർ ചെമ്പരത്തി എന്നത് ശക്തിയുടെ രൂപമാണ്. കാളിയമ്മയുടെ ശക്തി, തടസ്സം വെട്ടിമാറ്റുന്ന ശക്തി, ഭയങ്ങളെ ഇല്ലാതാക്കുന്ന ശക്തി. നിങ്ങൾ പലപ്പോഴും ഭയപ്പെട്ട് നിന്നിട്ടുണ്ടാകാം, പക്ഷേ ഇനി നിങ്ങൾ ഭയത്തെ നേരിടും എന്നുള്ളതാണ്. ഇനി അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തെ മാസം ഉള്ളിലെ ആശയക്കുഴപ്പം കുറയും. 2-ാമത്തെ മാസം വ്യക്തമായിട്ടുള്ള തീരുമാനമെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. 3-ാം മാസം മുതൽ ഫലം കണ്ടു തുടങ്ങും. ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ ജീവിത പാത തന്നെ മാറ്റും. ഇനി അടുത്തതായിട്ട് ആത്മീയമായിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഒരു ചുവന്ന പൂവ് ദേവിക്ക് സമർപ്പിക്കുക. 21 പ്രാവശ്യം നിത്യവും ഓം ശക്തി ജപിക്കുക. 9 ദിവസം തുടർച്ചയായിട്ട് രാവിലെ ഒരു ദീപം തെളിയിക്കുക. സാധ്യമായാൽ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് സഹായം നൽകുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റം സംഭവിക്കും. ദേവി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഇങ്ങനെയാണ്: നീ ഭയപ്പെടുന്നത് ഞാൻ കണ്ടു, നീ മാറ്റം പേടിക്കുന്നത് ഞാൻ അറിഞ്ഞു, പക്ഷെ ഞാൻ നിന്നെ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ദേവി നിങ്ങളോട് പറയുന്നത്. ആ സന്ദേശത്തെ നിങ്ങൾ തിരിച്ചറിയുക. 2-ാം നമ്പർ ചെമ്പരത്തി തിരഞ്ഞെടുത്തവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു വലിയ മാറ്റത്തിന്റെ കവാടത്തിലാണ്. ഇപ്പോൾ ഉള്ള ആശങ്കകൾ ഉടൻ വ്യക്തതയിലേക്ക് മാറും. ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി. കമന്റ് ബോക്സിൽ അമ്മയുടെ നാമം എഴുതി ചേർക്കുക. ഓം ശക്തി എന്ന് കമന്റ് ചെയ്യുക. മാറ്റത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കുക. അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 2-ാം നമ്പർ ചെമ്പരത്തി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 3-ാം നമ്പർ ചെമ്പരത്തി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 3-ാം നമ്പർ ചെമ്പരത്തി ആണെങ്കിൽ ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ഇതൊരിക്കലും യാദൃശ്ചികമല്ല. ഇത് ഒരു അവസാനവും പുതിയ തുടക്കവും ഒരുമിച്ച് വരുന്ന സൂചനയാണ്. നിങ്ങൾ കഴിഞ്ഞ കാലത്ത് ഏറെ സഹിച്ചു, പക്ഷെ ഇപ്പോൾ ദേവിയുടെ സമയം ആരംഭിക്കുകയാണ്. ചെമ്പരത്തിപ്പൂവ് സമർപ്പിക്കുന്നത് ഭഗവതി അമ്മയ്ക്കും കാളിയമ്മയ്ക്കുമാണ്. 3-ാം നമ്പർ പൂവ് തിരഞ്ഞെടുത്തവർക്ക് അനുഗ്രഹം തുറക്കുന്ന സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ കഷ്ടതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് നിങ്ങൾ സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നുണ്ട്. മാനസികമായിട്ട് വളരെയധികം വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത കണ്ണുനീർ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു, എപ്പോഴാണ് എൻ്റെ സമയം വരുന്നത്? ദേവിയുടെ സന്ദേശം ഇങ്ങനെയാണ്: നിങ്ങളുടെ പരീക്ഷണം അവസാന ഘട്ടത്തിലാണ്. ഇനി ഫലം ലഭിക്കുന്ന കാലം തുടങ്ങുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3-ാം നമ്പർ ചെമ്പരത്തി തിരഞ്ഞെടുത്തവർക്ക് കുടുങ്ങിയ പണം മടങ്ങി വരാം. ഒരു പുതിയ വരുമാന മാർഗം തുറക്കപ്പെടാം. ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഒരുപക്ഷെ ഒരു വീട് വാങ്ങുന്നതാകാം, അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതാകാം, ഒരു ബിസിനസ് തുടങ്ങുന്നതാകാം. അത് എന്തായിരുന്നാലും യാഥാർത്ഥ്യമാകും. 45 മുതൽ 90 ദിവസത്തിനകം ഒരു വലിയ സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങളിലേക്ക് അനുഗ്രഹം കടന്നു വരും. നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയും. അതുകണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. ഇനി നിങ്ങളുടെ വീട്ടിലെ സമാധാന കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ഭാരമുണ്ട്. ചിലപ്പോൾ പലരും തമ്മിൽ മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഉടൻ തന്നെ ഒരു സന്തോഷകരമായിട്ടുള്ള കുടുംബ സംഭവം ഉണ്ടാകും. ഒരു നല്ല വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ദൂരെയായിരുന്ന ഒരാൾ മടങ്ങി വരും. വീട്ടിൽ വീണ്ടും ചിരി പടരും. സന്തോഷം വർദ്ധിക്കും. നിങ്ങൾ ദേവിയോട് ഒരിക്കൽ ചോദിച്ച ഒരു പ്രാർത്ഥന, അത് നിങ്ങൾ പോലും മറന്നിട്ടുണ്ടാകാം. പക്ഷേ ദേവി അത് മറന്നിട്ടില്ല. ഭഗവതി അമ്മയുടെ കരുണ ഇപ്പോൾ പ്രവർത്തനത്തിലുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഇനി അടുത്ത 3 മാസത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സൂചനകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ മാസം മനസ്സിൽ സമാധാനം കൈവരും. 2-ാം മാസം ഒരു നല്ല സാമ്പത്തിക വാർത്ത നിങ്ങളെ തേടിയെത്തും. 3-ാം മാസം ദീർഘകാല സ്വപ്നത്തിന് തുടക്കം കുറിക്കാനായിട്ട് സാധിക്കും. ഒരു വലിയ തടസ്സം അപ്രതീക്ഷിതമായിട്ട് നീങ്ങും. അത് നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തും. ഇനി നിങ്ങൾ ചെയ്യേണ്ട ചില ആത്മീയ പരിഹാരങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. 21 ദിവസം തുടർച്ചയായിട്ട് വീട്ടില് ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഒരു ദീപം തെളിയിക്കുക. 108 പ്രാവശ്യം ഓം ശക്തി ജപിക്കുക. സാധ്യമായാൽ ഒരു ദരിദ്ര കുടുംബത്തിന് ഭക്ഷണം നൽകുക. ഇത് നിങ്ങളുടെ സമൃദ്ധി വേഗത്തിലാക്കും. ദേവിയുടെ വ്യക്തിഗത സന്ദേശം ഇതാണ്: നീ വളരെ സഹിച്ചു, നീ ഒരിക്കലും വിട്ടുകൊടുത്തില്ല. ഇനി എൻ്റെ അനുഗ്രഹം നിന്റെ വീട്ടിൽ ഒഴുകും.
3-ാം നമ്പർ ചെമ്പരത്തി തിരഞ്ഞെടുത്ത ആളുകളോട് ദേവി പറയുന്നത് ഇങ്ങനെയാണ്: ഇത് നിങ്ങളുടെ ഉയർച്ചയുടെ തുടക്കമാണ്. ഇനി നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല. ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി. കമന്റ് ബോക്സിൽ അമ്മയുടെ നാമം രേഖപ്പെടുത്തുക. ഒപ്പം ഓം ശക്തി എന്ന് എഴുതി ചേർക്കുക. അനുഗ്രഹം അമ്മ നിങ്ങൾക്കും നൽകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ഉയർച്ചകളും ഉണ്ടാകാനായിട്ട്, നിങ്ങളുടെ തടസ്സങ്ങൾ വേഗത്തിൽ മാറ്റാനായിട്ട് അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കും കുടുംബത്തിനും ലഭിക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3-ാം നമ്പർ ചെമ്പരത്തി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം അമ്മ നിങ്ങളെയും കുടുംബത്തെയും കാത്തു രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി അമ്മ എന്നെ രക്ഷിക്കും എന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.